നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 21-ാം തീയതി ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസങ്ങൾ ഇവർക്ക് അത്ര ഗുണമല്ല എന്നാണ് കാണുന്നത്. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അതുപോലെ തന്നെ വേണമെങ്കിൽ അയൽക്കാരുമായുമൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ വാക്കുതർക്കമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണകരമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസവും അത് പ്രവർത്തനങ്ങളിൽ, തങ്ങളുടെ തൊഴിൽ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ നല്ലവണ്ണം അവർക്ക് പ്രയോഗിക്കാനും സാധിക്കുന്നതിനാൽ വളരെ ഊർജ്ജസ്വലമായ ചുറുചുറുക്കുള്ള ദിവസങ്ങളായിരിക്കും പിന്നീടുള്ളത്. എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു 2.5 ദിവസത്തോളം വളരെ നല്ലതാണ്. സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, ചില തീരുമാനങ്ങളിൽ പെട്ടെന്ന് മാറ്റമുണ്ടാക്കുന്നത് വളരെ പ്രയോജനകരമായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും കർമ്മ മേഖലയിലും ബന്ധങ്ങളിലുമൊക്കെ അതുവരെയുണ്ടായിരുന്ന ആലസ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈമുഖ്യം, പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കുറവ്, ഇതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ 2.5-2.25 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ സാമ്പത്തികമായി പ്രയോജനമാണ്, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒന്നാണ്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷം ലഭിക്കുന്ന യാത്രകളോ മറ്റ് അവസരങ്ങളോ ഉണ്ടാകുന്നതാണ്. അതിനുശേഷമുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, അത് ആരോഗ്യ സംബന്ധമായ പ്രശ്നമാണ്. പ്രത്യേകിച്ചും മാതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ മാതൃ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്വത്തിൽ നിന്നോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്ന വാർത്തകളോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രയോജനം തന്നെ അക്ഷരാർത്ഥത്തിൽ കിട്ടുകയോ ചെയ്യാം. ധനപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായത്തിൻ്റെ രൂപത്തിലോ അത് വരുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഗുണം കാണുന്നുണ്ട്. പുതിയ വാഹനം വരാം, അല്ലെങ്കിൽ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോടി പിടിപ്പിക്കൽ, വീടിൻ്റെ അന്തർഭാഗങ്ങൾ മോടി പിടിപ്പിക്കാം, പുതിയ ഫർണിച്ചർ വരാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ മാതാവിന് ശാരീരികമായ അവശത, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ലങ്സ് സംബന്ധമായി അലർജി അസുഖങ്ങളോ വൈറൽ ഡിസീസോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷൻ ബാധിച്ച് അത് കുറച്ച് ദിവസങ്ങളോളം ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യ സ്ഥലത്ത് ഇവർ പെരുമാറണമെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഇവർക്കും സന്താനങ്ങൾക്കും മാതാവിനും 3 തലമുറയ്ക്കും ഏകദേശം ദോഷമുള്ള, ആരോഗ്യ സംബന്ധമായ ദോഷമുള്ള ദിവസങ്ങളാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അത് പ്രത്യേകമായി കണക്കിലെടുക്കുക. ബാക്കി സാമ്പത്തിക നേട്ടം, പ്രവർത്തന ഗുണം, യാത്ര കൊണ്ട് ഗുണം, പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ഗുണം, ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങളോ പുതിയ സഹകരണ പ്രസ്ഥാനങ്ങളോ ആരംഭിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തങ്ങളുടെ ഭാവിക്ക് കരുത്ത് ഏകുന്ന തരത്തിൽ സാമ്പത്തിക ബലം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഇറങ്ങിത്തിരിക്കുവാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അനുകൂലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമാണ്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18 ഉച്ചകഴിഞ്ഞ് 19, 20 വൈകുന്നേരം വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അതുപോലെ അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ വളരെ പ്രയോജനകരമാണ്. പിന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളും വളരെ പ്രയോജനകരമാണ്. പ്രത്യേകിച്ചും സഹോദരിമാരിൽ നിന്നോ, ഈ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരിമാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഭവനത്തിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ അതുമല്ലെങ്കിൽ കാമുകിമാരിൽ നിന്നോ ഒക്കെ ഗുണമുണ്ടാകാനുള്ള, മാതാവിൽ നിന്നുമൊക്കെ ഗുണമുണ്ടാകാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടാം, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ വിഹിതം പങ്കുവയ്ക്കപ്പെട്ട് കിട്ടാം. അതുപോലെ തന്നെ അവരുടെ ഈ നക്ഷത്രക്കാർ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന, ഇപ്പോൾ പ്രണയ അവസ്ഥയിൽ കഴിയുന്നവർക്ക് ജോലിയോ മറ്റെന്തെങ്കിലും ഗുണമോ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ പ്രണയം സാഫല്യമടയാം. അങ്ങനെ കുറേ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സുഖാനുഭവങ്ങളുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യപരമായ ഒരു തുടക്കത്തിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങൾ അത് കൂട്ടുകാരുമൊത്ത് അല്ലെങ്കിൽ സഹകരണ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ ഒത്ത് ചെയ്യാനുള്ള ഒരു ആരംഭം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവരുടെ മുടങ്ങിക്കിടന്നിരുന്ന പഠനത്തിന് ജോലി ഉണ്ടെങ്കിലും ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ
ഏതെങ്കിലും വിധത്തിൽ മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ മുഷിച്ചിലുണ്ടായിരുന്ന ദിവസങ്ങൾ മാറി കൂടുതൽ ഉന്മേഷത്തോടും ഊർജ്ജസ്വലതയോടും കൂടി ആത്മാർത്ഥതയോടും കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനും സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ ഇണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അവരുടെ പ്രശംസയും അതുപോലെ തന്നെ അവരുടെ ആദരവുമൊക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദീർഘയാത്രയുടെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാകാം ഈ ആഴ്ച. യാത്ര കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഭാവിയിൽ ഗുണം ചെയ്യുന്ന ചില ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കാനിടയുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. അതുപോലെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് സ്ത്രീ സുഹൃത്തുക്കളുടെയും സ്ത്രീകൾക്ക് പുരുഷ സുഹൃത്തുക്കളുടെയും സഹായമാണ് കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇവരുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ ചിലപ്പോഴെങ്കിലും ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസം വിമർശനങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപവാദമോ കേൾക്കാനിടയുണ്ട്, പ്രത്യേകിച്ചും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. മാത്രമല്ല, ഇതൊന്നും തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഇപ്പോൾ ബാധിക്കില്ല എന്ന് കാണാം. കാരണം അവർക്ക് ഈശ്വരാധീനത്തിൻ്റെയും ധനപരമായ വരവിൻ്റെയും പ്രവർത്തനങ്ങളിൽ വിജയത്തിൻ്റെയും കാലമാണ്. ഈ ആഴ്ചയിൽ തുടക്ക ദിവസം വളരെ നല്ലതും ഇടയ്ക്കുള്ള ഒരു 2-2.5 ദിവസം, അതായത് തുടക്ക ദിവസങ്ങൾ ഞായറും തിങ്കൾ ഉച്ചവരെയും നല്ലത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ ബുധൻ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഗുണകരമായ ദിവസങ്ങളാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായി ഇവർ ശ്രദ്ധിക്കേണ്ടത് മുഖം, പല്ല്, നാക്ക്, മൂക്ക്, ചെവി ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ കഫക്കെട്ടിൻ്റെ ശല്യം മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ നീർവീഴ്ചയുടെ ശല്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും മുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, പിന്നെ 20, 17, 18 ഉച്ചവരെ, പിന്നെ 20 വൈകുന്നേരത്തിന് ശേഷം 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ തുടക്ക ദിവസം ചിലവ് കൂടിയിരിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ലതാണ് കാണുന്നത്. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവർക്ക് ശാരീരികമായ സന്തോഷവും ശാരീരികമായ കൂടുതൽ ഊർജ്ജസ്വലതയും ഒക്കെ തോന്നുന്ന ദിവസമാണ്. തങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ചുകൂടി ക്രിയാത്മകമായ മാറ്റം വരുത്തണമെന്നും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും തോന്നുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മമേഖലയിൽ ഇവർക്ക് നന്നായി തിളങ്ങാൻ സാധിക്കും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് കാണുന്നു. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. ചില വെല്ലുവിളിയാർന്ന ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള സാഹസിക ബുദ്ധിയും അതിൻ്റെ ആ പരിശ്രമത്തിൽ വിജയവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി രംഗത്ത് ഇവരുടെ മതിപ്പ് ഒന്നുകൂടി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവർ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ആഴ്ചയുടെ അവസാന ദിവസം എന്ന് പറയുമ്പോൾ അവസാന ദിവസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള, അതായത് നേർപകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ ചെറിയ ചില കലഹമോ സൗന്ദര്യപ്പിണക്കമോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. ജീവിത പങ്കാളിക്ക് ജലജന്യമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പിണക്കമോ എന്തെങ്കിലും ഒരു വാഗ്ദാനം നിറവേറ്റപ്പെടാത്തതിൻ്റെ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടാകാം. അത് ചിലപ്പോൾ ലേശം കലശലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം ജീവിത പങ്കാളിക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർക്കും, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശാരീരികമായ അവശത പ്രധാനമായും വരുന്നത് അവരുടെ വസ്തിപ്രദേശത്തുള്ള അസുഖവും അതുപോലെ ഈ ബാക്ക് ബോൺ തുടങ്ങുന്ന സ്ഥലവും കാൽമുട്ടും തുടയുടെ മസിൽസിലുമൊക്കെ ചെറിയ ചില അസുഖങ്ങളും അവശതകളും ഉണ്ടാകാം. ഒരിക്കലും നേരത്തെ ഇല്ലാത്ത വിധത്തിലുള്ള ചില വേദനകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ചലനത്തെ, മൂവ്മെൻറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്യാവശ്യമുള്ള വേദന സംഹാരികളോ മറ്റേതെങ്കിലും ലേപനമോ ഒക്കെ ഉപയോഗിച്ച് തൽക്കാലം ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാലും മിഥുനക്കൂർ ശ്രദ്ധിക്കണം, അവരുടെ അഷ്ടമാധിപനായ ഗ്രഹം ശനിയാണ്. അതുകൊണ്ട് തന്നെ വാതക്കൂറിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞരമ്പുകളുടെയും അതുപോലെ തന്നെ രക്തസംക്രമണത്തിൻ്റെയും ഒക്കെ ഒരു ഇഫക്റ്റീവ്നെസ് കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രായഭേദം അനുസരിച്ച് ആണ് അത് വരികയെങ്കിലും നേരത്തെ ഒരു കരുതലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്തായാലും സാമ്പത്തികമായി വലിയ ദോഷങ്ങളൊന്നുമില്ല, വലിയ നേട്ടങ്ങളുമില്ല. എന്നാൽ ഗുണം എന്ന് പറയുന്നത് ഈ ആഴ്ചയുടെ നേർപകുതിക്ക് മുമ്പുള്ള 2.5 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവും താരതമ്യേന ഗുണമുള്ളതാണ്.
യാത്രാഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, തങ്ങളുടെ മതിപ്പ് വർദ്ധിക്കുന്ന തരത്തിൽ കർമ്മരംഗത്തുള്ള ഇവരുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18 ഉച്ചകഴിഞ്ഞ് 19, 20, പിന്നെ 23 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ അതായത് തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ ഏറ്റെടുത്ത പ്രവൃത്തി വിജയിച്ചിട്ടില്ല എന്ന തോന്നൽ മാറ്റിമറിച്ചുകൊണ്ട് അതൊരു വിജയമായി മാറുന്നതായിട്ട് കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി യാതൊരു അറിയിപ്പുമില്ലാതെ തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അമിതമായ ആഹ്ലാദത്തിൻ്റെ ദിവസമാണ് തുടക്ക ദിവസങ്ങൾ. എന്നാൽ ശാരീരികമായി ചെറിയൊരു അവശതയും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ശാരീരിക അവശതയെ മറികടന്നുകൊണ്ട് ആഹ്ലാദത്തിൻ്റെ ഒരു അവസ്ഥ ഉള്ളതിനാൽ സ്വാഭാവികമായും ആ ദോഷവശങ്ങളെ ഇവർ അബോധപൂർവം തന്നെ മറക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും പ്രണയത്തിൻ്റെ ഒരു സാഫല്യം കാണുന്നു. അല്ലെങ്കിൽ തങ്ങളെ മറന്നു എന്ന് വിചാരിച്ചിരുന്ന ആൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, സ്നേഹത്തോടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം കർക്കിടകക്കൂറിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടുന്നു. അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതായിട്ടും കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങൾ അല്പം ചെലവ് കൂടിയ ദിവസങ്ങളായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ചില യാത്രകൾ നടത്തുകയും കൃത്യമായി ആ യാത്രകൾ ലക്ഷ്യത്തെ തൊടാതെയും പോകുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട്. പിന്നീട് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് ഇവർക്ക് ഗുണമായിട്ട് വരുന്നത്. അത് വളരെ ഈ തൊട്ടു മുമ്പിലുള്ള ദിവസത്തിൻ്റെ പരാജയമോ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്താത്തതിൻ്റെയോ അനുഭവങ്ങൾ വച്ചുകൊണ്ട് കൂടുതൽ ക്രിയാത്മകമായി, ബുദ്ധിപരമായി അവർ അവരുടെ കർമ്മമേഖലയിൽ അടുത്ത ദിവസങ്ങൾ, അതായത് രണ്ടാം പകുതി തൊട്ടുള്ള ദിവസങ്ങൾ വ്യാപരിക്കുന്നു. അതിൻ്റെ ഫലമായി ആ കർമ്മമേഖല അല്ലെങ്കിൽ ആ കർമ്മം വളരെ സുശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നു കർമ്മരംഗത്തെ. സ്വാഭാവികമായും ധനപരമായ നേട്ടവും ഈ ദിവസങ്ങളിൽ ഉണ്ടാവും. മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റും. ഭാവിയിൽ കൂടുതൽ കരുത്തുള്ള ചില കർമ്മമേഖല ഇവർക്ക് ഇതിൻ്റെ ഫലമായി കിട്ടുന്നതായും നമുക്ക് സങ്കല്പിക്കാം. ഏറ്റവും അവസാന ദിവസം, അതായത് ഈ ആഴ്ചയുടെ ഏറ്റവും അവസാന ദിവസം ശ്രദ്ധിക്കണം. മുഖം, അതുപോലെ തന്നെ ചില വാക്കുകൾ, അതുപോലെ തന്നെ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ഈ ഏരിയ, പിതാവ്, ഇവർക്കൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. അതും ശ്രദ്ധിച്ചു കൊള്ളണം. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു സ്വാധീനം എപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അവർ വിഷം അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങൾ, ശരീരത്തിൻ്റെ ആന്തരികമായ ഒരു ശുചിത്വം, ജലം കുടിക്കായ്ക കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചു കൊള്ളണം. കൃത്യമായി അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ചും ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തോ കീഴ്വയർ ഭാഗത്തോ ഒക്കെ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന് പ്രതിവിധിയായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം കൃത്യമായി പാലിക്കുക എന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18 ഉച്ചവരെ, ശേഷം 20 വൈകുന്നേരത്തിന് ശേഷം 21, 22 താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും അടിസ്ഥാനപരമായി വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും നില 21 വരെ ശുക്രൻ 11-ലും വ്യാഴം 11-ലും 12-ൽ ശേഷം ശുക്രൻ പോകുന്നു. 12-ലും ശുക്രൻ ദോഷമൊന്നുമില്ല. എന്നാൽ ബാക്കി ചില ഗ്രഹങ്ങൾ വളരെ മോശമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ ശ്രദ്ധ വേണം ഇവരും. എന്നാലും ഈ ആഴ്ചയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസം വരെ സാമ്പത്തികമായി ഒരല്ലലും കാണുന്നില്ല. അപ്രതീക്ഷിതമായ ധനം ഇവരിലേക്ക് വന്നു ചേരും. ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യ നറുക്കെടുപ്പുകളിലോ ഭാഗ്യ ഇടപാടുകളിലോ ഒക്കെ പെടുന്നവർക്ക് ഗുണമുണ്ടാവും. മധ്യസ്ഥ വ്യവസ്ഥയിൽ ചില കമ്മീഷൻ ഏർപ്പാടുകളിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകും. അതുപോലെ തന്നെ ചില ഏജൻറ്റുകൾ മുഖേനയൊക്കെ ഇവരിലേക്ക് പണം വരാനുള്ള സാധ്യത. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന വളരെ വിദൂരമായ ചില പ്രോജക്റ്റുകൾ പ്രത്യാശാപൂർവം അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ ഈ ദിവസങ്ങളിൽ കേൾക്കാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിലോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അനുകൂലമായ തീരുമാനങ്ങൾ കേൾക്കാൻ ഇടവരാം.
പ്രണയ സാഫല്യത്തിൻ്റെ ദിവസങ്ങൾ, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. അതേസമയം തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൻ്റെ സുതാര്യത നിലനിർത്തുക എന്നതാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട് എന്ന ധാരണ വച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഇടയ്ക്കിടെ മറ്റു ഗ്രഹങ്ങളുടെ ശുഭഗ്രഹമായ സാന്നിധ്യം കൊണ്ട് മോശപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു കുറവുണ്ടാകാം. എങ്കിൽ പോലും ഓരോ മനുഷ്യൻ്റെയും മനസ്സിലെ തിന്മകളുടെ കാഠിന്യമനുസരിച്ചും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമനുസരിച്ചുമാണ് പലപ്പോഴും ഒരാൾ തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഈശ്വരൻ്റെ മുമ്പിൽ താൻ ശരിയാണോ ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഓരോ കാര്യവും ചെയ്യുക. ഇവിടെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയും സ്ത്രീക്കായാലും പുരുഷനായാലും ഒരുപോലെ ദോഷം ചെയ്യുമെന്നുള്ള ചിന്ത മറക്കാതിരിക്കുക. മാത്രമല്ല ജന്മത്തിൽ നിൽക്കുന്നത് കേതുവാണ്, സൂര്യനാണ്, അതും ദോഷം ചെയ്യും. ഒപ്പം 2ൽ നിൽക്കുന്നത് ചൊവ്വയാണ്. ഇതൊന്നും ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ശ്രദ്ധ വേണം. വാക്ക് പ്രവൃത്തി വളരെ സൂക്ഷിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. നീച ബന്ധങ്ങൾ ഉണ്ടാകാനും നീച സ്വഭാവങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ആരോഗ്യാവസ്ഥയ്ക്ക് ദോഷമുണ്ടാകാനും സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതിനാൽ കാര്യതടസ്സം മാത്രമല്ല ആയുസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ആരോഗ്യാവസ്ഥയ്ക്ക് മോശാവസ്ഥ ഉണ്ടാകാം. അതും ചിന്തിക്കണം. ഇവിടെ 11ൽ നിൽക്കുന്ന വ്യാഴവും 11ൽ നിൽക്കുന്ന ശുക്രനും ശേഷം 21-ന് ശേഷം 12ലേക്ക് വരുന്ന ശുക്രൻ്റെയും ഗുണമാണ് ഇവർക്ക് ആകെ അനുഗ്രഹമായി നിൽക്കുന്നത്. ജന്മത്തിലെ ബുധനും അത്ര നല്ലതല്ല. എന്തായാലും ഈ ദേവൻ്റെ അനുഗ്രഹം, സാക്ഷാൽ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ ഏതു ദോഷാവസ്ഥകളെയും മറികടക്കാനും ഏതു ഭാഗ്യക്കേടിനെ മറികടക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ചിങ്ങക്കൂറിനോട് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന ചിന്ത വേണം. എന്തായാലും ധനപരമായ നേട്ടമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ നടക്കും. ധനപരമായ കാര്യവും ചില ചർച്ചകൾക്കും ചില പ്രയാസങ്ങൾക്കുമൊക്കെ ശേഷം കയ്യിൽ വന്നു ചേരും. എന്നാലും പൊതുവെ കാര്യങ്ങൾക്ക് ഗുണം കൂടുതൽ കാണുന്നുണ്ട്, ദോഷം തൊട്ടുപുറകിലുണ്ട് എന്നുള്ള ചിന്തയും വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 17, 18, 19, 20 ശേഷം 23 ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10ാം ഭാവത്തിലെ വ്യാഴവും 7ലെ കണ്ടകശനിയും 6ൽ നിൽക്കുന്ന രാഹുവും ജന്മത്തിലെ ചൊവ്വയും 12ലെ സൂര്യ കേതു യോഗവുമൊക്കെ ലേശം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എങ്കിലും 21-ന് ശേഷം ശുക്രൻ 11ലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. അതുപോലെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും ഇവരെ സഹായിക്കും. ബുധൻ ഇവർക്ക് ജന്മലഗ്നാധിപൻ കൂടിയാകയാൽ തങ്ങളുടെ കഴിവ് ഉപയോഗിച്ചും തന്ത്രങ്ങൾ ഉപയോഗിച്ചും ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ ഏറ്റവും നല്ല തന്ത്രങ്ങൾ ഉപയോഗിക്കും. പക്ഷേ അത് ധാർമ്മികതയുടെ നിലത്തറയിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും ചെയ്യുക എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ശുക്രൻ കൂടി വരുന്നത് കൊണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇവർക്ക് കച്ചവട മനസ്ഥിതിയോടുകൂടി തങ്ങളുടെ ധനം സംഭരിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. 10ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കർമ്മരംഗത്ത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാം, ചില മാറ്റങ്ങൾ ഉണ്ടാകാം. കർമ്മമേഖല മാറാം, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പദവി മാറാം. ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ ചെറിയ പരാമർശങ്ങളോ ഒക്കെ നെഗറ്റീവായി വന്നേക്കാം. എന്നാലും വരുമാനത്തിൻ്റെ കാര്യത്തിലും തൊഴിൽ നഷ്ടപ്പെടാതെ ഇരിക്കുന്ന കാര്യത്തിലും യാതൊരു ദോഷവും വരില്ല. വരുമാനം വർധനവുണ്ടാകും. പ്രത്യേകിച്ച് തങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ചില കടബാധ്യതകളെ ഒഴിവാക്കാൻ തക്കവണ്ണമൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ വളരെ ഊഷ്മളമായ മനസ്ഥിതി അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ചില ഊഷ്മള ബന്ധങ്ങളുണ്ടാകും. അവരുടെ ആശ്വാസവാക്കുകളും സാമീപ്യവും കൂടുതൽ കരുത്തോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇടപെടാൻ അവരെ സഹായിക്കുമെന്നും കാണുന്നു. ഈ ഉദരസംബന്ധമായ രോഗം, അതുപോലെ തന്നെ പഴയ ചില ശത്രുക്കൾ, പഴയ ചില കുറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം വീണ്ടും തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യത്തെയും സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തിരിച്ചു പ്രതികരിക്കുക. ഇമോഷണലായി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പഴയ കലഹം, പഴയ ശത്രു, അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും കുറ്റാരോപിതമായ കാര്യങ്ങൾ, അതിനെയൊക്കെയും തീരെ അവഗണിക്കാതിരിക്കുക. അതിനെയെല്ലാം വളരെ ക്രിയാത്മകമായി നേരിടാൻ ശ്രമിക്കുക. സത്യസന്ധതയും ധാർമ്മികതയും നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം പോവുക എന്നുള്ളതാണ് ഒരു പരിഹാരം. 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ചിലപ്പോൾ ദേശം വിട്ടോ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മാറിയോ, ഒന്നുമല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറിയോ, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യജനകമായ അവസ്ഥകൾ ഉണ്ടാകുന്നതോ വിചാരിക്കണം.
പാദങ്ങൾക്ക് ദോഷമുണ്ടാകാം, കാൽമുട്ടുകൾക്കും കാലിനും പാദങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയുണ്ടാവാം, ജീവിത പങ്കാളിക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളുണ്ടാകാം, അവർക്കും ഈ പറയുന്ന വാദസംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചലനാത്മകമായ ദുഷിപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18 ഉച്ചകഴിഞ്ഞ് 19, 20, 21, 22 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. മാർച്ചിനും അതിനുശേഷം മെയ്ക്കും ശേഷം പൊതുവേ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജ്യോതിഷ സംബന്ധമായ ഗുണം എന്ന് വേണം പറയാൻ. കാരണം വ്യാഴം 9-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു, ശുക്രനും ഇപ്പോൾ 9-ലുണ്ട്, അതുപോലെ തന്നെ 10-ൽ ബുധൻ സഞ്ചരിക്കുന്നു, 11-ൽ സൂര്യനും കേതുവും സഞ്ചരിക്കുന്നു, സൂര്യൻ അവിടെ സ്ഥാനബലമുണ്ട്, 12-ൽ ചൊവ്വ ദോഷം, 5-ൽ രാഹുദോഷം, 6-ൽ ശനി നല്ലത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കൂടുതൽ ഗ്രഹങ്ങളും ഗുണമുള്ള രാശിയിൽ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം പ്രഥമ ദൃഷ്ട്യാ തന്നെ കാണാം, ഈശ്വരാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ 21-ാം തീയതിക്ക് ശേഷം കർമ്മരംഗത്ത് ചെറിയ ചില വിമർശനങ്ങളോ ചില ആക്ഷേപങ്ങളോ ഉണ്ടാവും എങ്കിൽ പോലും ആ ബുധൻ്റെ നില കൂടുതൽ സഹായകരമാണ്. തങ്ങൾക്ക് 9-ാം ഭാവാധിപനായ ബുധനാണ് 10-ൽ നിൽക്കുന്നത്, ശത്രുരാശിയിലാണെങ്കിൽ പോലും. അപ്പോൾ 9-ാം ഭാവാധിപത്യത്തിൻ്റെ മഹത്വം ബുധൻ അവിടെ കാണിച്ചേ പറ്റൂ, അതായത് ഈശ്വരാധീനം. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കൊണ്ട് കർമ്മരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോപമായ അവസ്ഥകൾ ഉണ്ടായാൽ പോലും അതിനെ പരിഹൃതമാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് സത്യം. അതുപോലെ തന്നെ 9-ലെ വ്യാഴം സർവേശ്വരൻ ഈശ്വരാധീനത്തിൻ്റെ പാതയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അനുഗ്രഹമുണ്ട്. കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരും, നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്കും പോരായ്മകൾക്കും ഇല്ലായ്മകൾക്കുമൊക്കെ ഒരു അറുതി ഉണ്ടാകുമെന്നും ചിന്തിക്കണം. 6-ലെ ശനി കഴിഞ്ഞ കുറേ കാലമായി അടഞ്ഞുകിടന്നിരുന്ന, മുടക്കം വന്നിരുന്ന, കിട്ടാതെ ഇരുന്നിരുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന വിഷയങ്ങളിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് അതൊക്കെ വിജയമാക്കി മാറ്റാനും അതെല്ലാം പൊലിമയുള്ളതാക്കി മാറ്റാനും സാധിക്കും എന്നതാണ് സത്യം. പക്ഷേ ശനി മന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. മന്ദൻ എന്നാൽ സ്ലോയിൽ സഞ്ചരിക്കുന്നയാൾ, പതുക്കെ സഞ്ചരിക്കുന്നയാൾ. അപ്പോൾ ശനി എല്ലാം പതുക്കേ തരുള്ളൂ. 2.5 വർഷം കൊണ്ടാണ് ഒരു രാശി കിടക്കുന്നത് എന്ന് ചിന്തിക്കണം. 1 ഡിഗ്രി കിടക്കാൻ 30 ദിവസം. അപ്പോൾ അത്രയും താമസിച്ച ശനി കാര്യങ്ങൾ തരൂ. മാറിയ ഉടനെ എവിടെ എന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല. വ്യാഴം പോലും 1 വർഷമാണ് ഒരു രാശിയിൽ. വ്യാഴം ഇവർക്ക് 10-ലേക്ക് പോകും, അത് മാസത്തിൽ പറയേണ്ട കാര്യമാണ്. എന്നാലും ഒക്ടോബറോടുകൂടി 10-ാം ഭാവത്തിലോട്ട് പോകും. ഇപ്പോൾ എന്തായാലും 9-ൽ നിൽക്കുന്നത് ഗുണമാണ്, 10-ൽ നിൽക്കുന്ന ബുധൻ ഗുണമാണ്, 9-ൽ 21 വരെ നിൽക്കുന്ന ശുക്രൻ ഗുണമാണ്. 10-ലെ ശുക്രൻ അത്ര ഗുണമല്ല. എന്നാലും അവിടെ ശുക്രനും ബുധനും ഒരുമിച്ച് വരുന്നതുകൊണ്ട് അതൊരു പ്രത്യേക യോഗസ്ഥിതിയായി മാറുന്നു. 11-ലെ സൂര്യൻ അധികാരികളിൽ നിന്നും വലിയ സർക്കാരിൽ നിന്ന് പോലും ധനം ഇവരിലേക്ക് വരാം, അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരിലേക്ക് പണം വരാം. വസ്തുവകകൾ, അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ സത്പേര്, അതെല്ലാം ധനമായി മാറാം. വിദേശത്തുനിന്ന് ധനം വരാം. 12-ലെ ചൊവ്വ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും 2-ഉം 7-ഉം ഭാവാധിപനാണ് പോയി 12-ൽ നിൽക്കുന്നത്. 2 ധനമാണ്, കുടുംബമാണ്. അത് 12-ൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചിരുന്ന കാര്യങ്ങൾ, ധനം, ഇതൊക്കെ കുറേ വാർന്നു പോകാം, കുറേ അമിതമായ ചിലവ് വരാം. പഴയ ഒരു പ്രൗഢി ചിലപ്പോൾ അതേപടി നിലനിൽക്കണമെന്നില്ല, അതിൽ കുറച്ചെങ്കിലും ലോഭം വരാം. അതുപോലെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കാം, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില കുടുംബാവസ്ഥകൾക്ക് മോശം സംഭവിക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത വരാം. സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല തുലാക്കൂറിനെ സംബന്ധിച്ച്, അതും ചിന്തിച്ചു കൊള്ളണം, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ കാര്യത്തിൽ. അപ്പോൾ തുലാക്കൂറിന് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20 വൈകുന്നേരത്തിന് ശേഷം 21, 22, 23 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലെ നക്ഷത്രങ്ങളോട് കൂറ് പുലർത്തി നിൽക്കുന്നതിനാൽ അതിനെ വൃശ്ചികക്കൂറ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തേക്കാൾ അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ 8-ലെ സ്ഥിതിയാണ് മോശം. ബാക്കി ശനി 5-ൽ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹമായ ശനി, 4-ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് പാപഗ്രഹമായ രാഹു, 10-ാം ഭാവത്തിൽ സൂര്യൻ ബലത്തോടെ നിൽക്കുന്നത് നല്ലതാണ്, കൂടെ കേതുവുണ്ട്. 11-ലെ ചൊവ്വ വളരെ ഗുണത്തെ ചെയ്യും, പ്രത്യേകിച്ചും ജന്മലഗ്നാധിപനാണ്. അതുകൊണ്ട് ഏത് വിധേനയും ധനവും വിജയവും കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഇവരോടൊപ്പമുണ്ട്. ധാർമ്മികമായി കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഇവർക്ക് എന്തായാലും ഉണ്ടാവും.
ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് കൃത്യമായി ധനം നേടാനുള്ള ഒരു ശേഷിയും ഇവർക്കുണ്ടാവും. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സത്യസന്ധത പുലർത്തും, കാർക്കശ്യവും പുലർത്തും, കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ആ പൂർണ്ണത ആർന്ന നിർവഹണ ശേഷി അതിവർക്കുണ്ടാകും. അതിൻ്റെ ഒരു ഗുണമാണ് 11-ൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത്. മാത്രമല്ല അത് ജന്മലഗ്നാധിപൻ കൂടിയായതുകൊണ്ട് എവിടെ നിന്നാലും പുഷ്ടിയെ കൊടുക്കും എന്ന പ്രമാണം വെച്ച് ഗുണത്തെ കൊടുക്കണം. ശത്രുരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഗുണത്തെ കൊടുക്കണം. അതുപോലെ 10-ലെ സൂര്യൻ കർമ്മം ഏറ്റവും ശക്തമായി ചെയ്യുന്നു, അധികാരികളുമായി ബന്ധം വരുന്നു, വലിയ സുപ്പീരിയേഴ്സുമായി ബന്ധം വന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, വലിയ വലിയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അത് വിദേശവുമായി അതിന് ബന്ധമുണ്ടാവാം. 9-ലേക്ക് ശുക്രൻ വരുന്നു. 8-ൽ ശുക്രൻ മോശമല്ല, ഒട്ടും മോശമല്ല. 9-ലേക്ക് വരുമ്പോഴും ശുക്രൻ ഗുണത്തെ ചെയ്യുന്നു. അതുകൊണ്ട് 21-ന് ശേഷം ശുക്രൻ്റെ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം പോലും വൃശ്ചികക്കൂറിന് നല്ലതാണ്. വ്യാഴത്തിൻ്റെ 8-ലെ നിലയാണ് ദോഷം. ഈശ്വരാധീനം അല്പം കുറഞ്ഞിരിക്കും. കൃത്യമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ ജപിക്കുകയും ചെയ്യുക. അപ്പോൾ വ്യാഴദോഷത്തിന് ഒരു പരിധിവരെ അത് പരിഹാരമാവും. 5-ലെ വ്യാഴത്തിനും ഒരു ദോഷമുണ്ട്. ഈ 4-ലും 5-ലും വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തെ പഞ്ചവത്സര ശനി എന്നാണ് പറയുന്നത്. പലരും അത് പറയാറില്ല. കാരണം 4-ലെ കണ്ടകൻ കഴിഞ്ഞ് വീണ്ടും ഒരു 2.5 വർഷം ശനി നമ്മളെ ദ്രോഷിക്കൂ എന്നൊക്കെ ചിന്ത വരും. ഇവിടെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വലിയ ദോഷം ചെയ്യില്ല എന്ന് ചിന്തിക്കണം. മാത്രമല്ല 4-ൽ നിൽക്കുന്ന രാഹു മാതൃകുടുംബത്തിൽ മാതാവിന് ഇതൊക്കെ അത്ര നല്ലതല്ല. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ എപ്പോഴും അണുവിമുക്തമാക്കി വയ്ക്കണം. താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അണുബാധ ഉണ്ടാകുന്ന തരത്തിൽ മാലിന്യങ്ങൾ അടിയാനോ സൂക്ഷ്മ അണുജീവികൾ കാണുവാനോ സാധ്യതയുണ്ട്. വിഷം വമിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകാം. ഇതൊക്കെ പോസിബിലിറ്റീസാണ്. ഇതൊക്കെ മാറ്റുക. പിന്നെ ഈ പറയുന്ന രാഹുവിനെയും വ്യാഴം വീക്ഷിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ 9-ാം ദൃഷ്ടി എന്ന് പറയുന്നത് കൃത്യമായി രാഹുവിനിൽ ആണ് വന്ന് പതിയുന്നത്. അതുകൊണ്ട് രാഹുവിൻ്റെ ദോഷവശങ്ങളെ അത് അകറ്റും. അപ്പോൾ എന്തായാലും വൃശ്ചികക്കൂറിനും ഒരു 60% നന്മയുണ്ട്, ഗുണമുണ്ട്. 40% മോശവുമുണ്ട്. ആ കാര്യം മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18 ഉച്ചവരെ, ശേഷം 23 നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഉണ്ട്. എന്നാൽ ഗുണമുള്ളത് 3-ൽ നിൽക്കുന്ന രാഹു, 10-ൽ നിൽക്കുന്ന ചൊവ്വ, അതുപോലെ തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ, അഷ്ടമത്തിലേക്ക് വരുന്ന ശുക്രൻ 21-ന് ശേഷം. അപ്പോൾ ശുക്രൻ 21-ന് ശേഷം ശുക്രൻ്റെ സഹായവും ബുധൻ ഓൾറെഡി തന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നു. വ്യാഴം 10-ൽ ഗുണത്തെ ചെയ്യും. കുറച്ച് ദോഷമുണ്ടെങ്കിലും കർമാനുഭവങ്ങളെ ശക്തമാക്കും. 3-ൽ നിൽക്കുന്ന രാഹുവും ഗുണമാണ്. 4-ലെ ശനി കണ്ടകശനി, 7-ൽ നിൽക്കുന്ന വ്യാഴം സർവ്വദോഷങ്ങളെയും പരിഹരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും തീർച്ചയായിട്ടും. കാരണം 4-ലെ ശനി താമസിക്കുന്ന സ്ഥലത്ത്, പ്രവർത്തിക്കുന്ന ഓഫീസിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ, അതുപോലെ തന്നെ തറവാട്ടിൽ, മാതാവിന് വാഹനം ഓടിക്കുമ്പോൾ എവിടെ തങ്ങുന്നു അവിടെയെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ ദുരിതമോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കും. കുടുംബത്തിൽ, സ്വന്തം കുടുംബത്തിൽ, മാതൃകുടുംബത്തിൽ ഒക്കെ വിഷമങ്ങളുണ്ടാകാം. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്വന്തം വീട്ടിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകാം. പക്ഷേ 7-ലെ വ്യാഴം ഇതിനെയെല്ലാം ദൂരീകരിക്കും. വ്യാഴം എന്തായാലും അവർക്ക് മറ്റൊരു മാർഗം തുറന്നു കൊടുക്കും. അതൊരു പക്ഷേ ബന്ധങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നാവാം, തൊഴിലിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ സ്മൂത്ത് ഇടപെടലിൽ കൂടിയാകാം, വരുമാനത്തിൻ്റെ കാര്യത്തിൽ വരുമാന വർധനവിലൂടെയാകാം, അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് സിദ്ധിക്കുന്നതിലൂടെയാവാം, വരുമാന വർധനവിലൂടെയാകാം, വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര പുരോഗമിക്കുന്നതിലൂടെയും അവിടുത്തെ പഠനത്തിൻ്റെയും ജോലിയുടെയും സ്ഥിരതാമസത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെ കാര്യത്തിലാവാം. എന്തായാലും വ്യാഴത്തിൻ്റെ ഗുണം ഇവർക്കുണ്ടാകും. 7-ാം ഭാവം ഒരു നിവർത്തി സ്ഥാനമാണ്. അതുകൊണ്ടാണ് അതിന് ഭാര്യാഭർത്തൃ ബന്ധവുമായും ബന്ധമുള്ളത്. അതും ഒരു നിവർത്തിക്കലാണ്. ഒരു കുടുംബം, അടുത്ത തലമുറ എല്ലാം ഒരു നിവർത്തിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായി 7-ാം ഭാവത്തിന് നിവർത്തിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ വ്യാഴം അവിടെ നിൽക്കുന്നുണ്ട്. ഭാവം കൊണ്ട് മാത്രമാണ് വ്യാഴത്തിനിവിടെ ഗുണം. രാശി സ്ഥിതം കൊണ്ട് അത്ര ഗുണമൊന്നുമല്ല. കാരണം ബുധൻ്റെ രാശി വ്യാഴത്തിന് അത്ര ഇഷ്ടമല്ലാത്തതിനാൽ. എന്തായാലും ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വരുമാന സംബന്ധമായ കാര്യങ്ങളിലും ഗുണമുണ്ടാകും. എന്നാൽ തങ്ങുന്ന ഇടങ്ങളിൽ വിഷമങ്ങളുണ്ടാകാം. അതിനെ അതിജീവിച്ചുകൊണ്ട് 7-ലെ വ്യാഴം അവരെ മുന്നോട്ട് കൊണ്ടുപോകും. 21-ാം തീയതി തൊട്ട് ശുക്രനും അവർക്ക് വളരെ
സൗമ്യമായ എന്നാൽ മറ്റുള്ളവരെ ആകർഷിപ്പിച്ച് മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള വശ്യത പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ആകർഷക വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ബുധൻ അതിനുള്ള ടാക്ടിക്സ് തന്ത്രങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. 9ാം ഭാവത്തിൽ സൂര്യൻ ബലത്തോടെ നിൽക്കുന്നതിനാൽ അധികാരികൾ, പിതൃഗുണം, പിതൃക്കളുടെ ഗുണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇതൊക്കെ ഇവരുടെ കർമ്മമേഖലയിൽ വരും. കാരണം സ്വന്തം ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ. എന്നാൽ പിതാവിന് ശാരീരികമായ അവശതയുണ്ടാകാം. 10ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് കൃത്യമായി ഇവർ ഈ അന്തരീക്ഷത്തിൽ ഇവരുടെ ജോലി ചെയ്യുക തന്നെ ചെയ്യും. ആരെയും ഭയന്ന് പിന്മാറുകയോ ഒന്നും ചെയ്യില്ല. വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, 20 ഈ ദിവസങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായി ധനസഹായം വരാം. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാവാം. ആർക്കെങ്കിലുമൊക്കെ പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുമ്പോൾ ഇവർക്ക് ശാരീരികമായ അവശത വരാം. നീർക്കെട്ടിൻ്റെയും മൂക്കടപ്പിൻ്റെയും ലങ്സുമായി ബന്ധപ്പെട്ടുള്ള അലർജി അസുഖത്തിൻ്റെയും പ്രശ്നങ്ങൾ വരാം. പിതാവിനും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അത്ര നല്ലതല്ല. അപ്പോൾ നല്ല ദിവസങ്ങൾ ധനുക്കൂറിനെ സംബന്ധിച്ച് 17, 18, 19, 20 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും മോശാവസ്ഥയ്ക്ക് അല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നത്, സത്യത്തിൽ മോശാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ഒരു വിന്യാസം ഇപ്പോഴില്ല. 3ൽ നിൽക്കുന്ന ശനി മാത്രമാണ് ഗുണമായി നിൽക്കുന്നത്. 7ര ശനി കഴിഞ്ഞുള്ള ശനി 3ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ശനി ഒരുപാട് ഗുണത്തെ ചെയ്യുമെന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ കാര്യങ്ങൾ അല്പം താമസിച്ചായിരിക്കും വരിക. വ്യാഴം 6ൽ പോയിരിക്കുന്നു. വ്യാഴം അനിഷ്ട സ്ഥാനത്താണ്. അതുപോലെ തന്നെ ശുക്രൻ 6ലാണ്. അത് നല്ലതല്ല. ശുക്രൻ അടുത്ത് വരുന്നതും 7ലാണ്. 6ലും 7ലും ചാരവശാൽ ശുക്രൻ ഗുണത്തെ ചെയ്യില്ല. 5ാം ഭാവാധിപത്യം കൊണ്ടുള്ള നന്മ മാത്രമേ അവിടെ ശുക്രനുള്ളൂ. 5ഉം 10ഉം ഭാവാധിപതിയായി ശുക്രൻ യോഗകാരകനായി നിൽക്കുന്നതിനാൽ ആ ശുക്രൻ്റെ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും ചന്ദ്രനും ബന്ധുവാണ്. അവിടേക്ക് പോകുമ്പോഴും വലിയ ദോഷത്തെ ശുക്രൻ ചെയ്യില്ല. ഗുണത്തെ ചെയ്യാനും സാധ്യതയുണ്ട്. ബുധൻ 7ൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അഷ്ടമത്തിൽ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ ദോഷം ചെയ്യില്ല. പക്ഷേ കൂടെ കേതുവുണ്ട്. കേതുവിൻ്റെ ദോഷം ചിന്തിക്കണം. അപ്പോൾ എല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തുന്നു എന്നൊക്കെ ചിലരൊക്കെ വീഡിയോയിൽ മറുപടി ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത് വെച്ച് പറയാൻ മടിയുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറയുന്നു. 9ൽ ചൊവ്വ. 9ലെ ചൊവ്വയ്ക്ക് 4ഉം 11ഉം ഭാവാധിപത്യമുണ്ട്. 11ാം ഭാവാധിപത്യം കൊണ്ട് മാരകനായ ചൊവ്വയാണ് 9ൽ നിൽക്കുന്നത്. അപ്പോൾ പിതാവിന് ശസ്ത്രക്രിയ നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയോ അവശതയോ ഒക്കെ കാണുന്നുണ്ട്. ചെറുമക്കൾക്ക്, മക്കൾക്ക് ഇതൊക്കെ ബാധിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രതിബന്ധങ്ങൾക്കും നടുവിലും മുന്നോട്ട് പോകാൻ തക്കവണ്ണം ശനി ഇവരെ സഹായിക്കും. 3ൽ നിൽക്കുന്ന ശനി സഹായിക്കും. ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കർമ്മരംഗം വളരെ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇതര ജോലികളുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈ ആഴ്ചയിൽ ദിവസങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞാൽ നേർപകുതിയുടെ തൊട്ട് മുമ്പും നേർപകുതിക്ക് ശേഷമുള്ള 2 ദിവസവും ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഒന്ന്, നേരത്തെ മാറ്റിവെച്ചിരുന്ന ആലസ്യം കൊണ്ടോ മറ്റേതെങ്കിലും അവശത കൊണ്ടോ മാറ്റിവെച്ചിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ആക്റ്റീവായി അവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ കർമ്മരംഗം വളരെ ശോഭിക്കുന്നു. അതിൽ നിന്നുള്ള വരുമാനം കൃത്യമായി വരുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, വരുമാന വർധനവ്, പ്രവർത്തനങ്ങളിൽ വിജയം, മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ ആഴ്ചയുടെ ആദ്യ പകുതിയുടെ തുടക്കത്തിലും ആദ്യ പകുതിയുടെ അവസാനത്തിലും 2ാം പകുതിയുടെ തുടക്കത്തിലുമുള്ള ഒരു 4.5യോളം ദിവസങ്ങൾ വളരെ ഗുണം ചെയ്യും. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യാശയുടെ തുടക്കം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം ഇവർ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശതയോ ക്ഷീണമോ ഒക്കെ ഉണ്ടാകാം. ആ ദിവസം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ ദിവസവും ഇവരെ സഹായിക്കാൻ ചിലരെങ്കിലും സാമ്പത്തികമായി സഹായിക്കാൻ ഓടിയെത്തും. അപ്രതീക്ഷിതമായ ധനസഹായം വരും എന്ന് കാണുന്നുണ്ട്. നട്ടെല്ല്, നീർവീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, സൈനസൈറ്റിസ്, മൂക്കുമായി ബന്ധപ്പെട്ടോ കണ്ണുമായി ബന്ധപ്പെട്ടോ ഒക്കെ അവശത ഇതൊക്കെ വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18 ഉച്ച കഴിഞ്ഞ് 19, 20, 21, 22 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 6ൽ സഞ്ചരിക്കുന്ന ബുധനും
ഗുണത്തെ ചെയ്യും. അഷ്ടമത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, നല്ലതല്ല. 7-ൽ സൂര്യൻ സ്ഥാനബലത്തോടെ സഞ്ചരിക്കുന്നെങ്കിലും 7-ലെ സൂര്യൻ്റെ നില ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ദാമ്പത്യ കാര്യങ്ങളിൽ അത്ര നല്ലതല്ല. കൂടെ കേതുവുമുണ്ട്. വിരക്തി, വിരഹം ഇതൊക്കെ ഉണ്ടാകാം. മാറി നിൽക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ 5-ലെ വ്യാഴം പക്ഷേ ഇതിനെല്ലാം പരിഹരിക്കും. കാരണം 5 ഭാഗ്യസ്ഥാനമാണ്. പ്രജ്ഞ, പ്രതിഭ, സന്താന, ഭാഗ്യഭാവങ്ങൾ 5 കൊണ്ട് നിരൂപണയെന്നാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഭാവം കൊണ്ട് നല്ലതാണ്. അങ്ങനെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം മനസാക്ഷിക്ക് ഉതകുന്ന തരത്തിൽ ബുദ്ധിശക്തിയോടുകൂടി ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ ഇവരെ അനുഗ്രഹിക്കുന്നു എന്ന ഭാഗ്യം ഇവർക്കുണ്ടാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കും. അവരുടെ പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായോ ഒക്കെ വളരെ പോസിറ്റീവായ വാർത്തകൾ കേൾക്കാൻ, നന്മയുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും. അതുപോലെ സ്വന്തം കാര്യത്തിലുണ്ടാകാവുന്ന ഉയർച്ചകൾക്കും ഒക്കെ ഈ ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ വ്യാഴം അനുകൂലമായ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് പല ദോഷങ്ങൾക്കും അറുതി വരികയും ചെയ്യും. 4-ാം ഭാവാധിപനായ ശുക്രൻ 21 വരെ 5-ലാണ്, അതും നല്ലതാണ്. 6-ൽ പോകുന്ന ശുക്രൻ അത്ര നല്ലതല്ല. 6-ൽ പക്ഷേ 21-ന് ശേഷമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് 17, 18, 19, 20, 21 ആഴ്ചയുടെ ഭൂരിഭാഗം ദിവസങ്ങളും ശുക്രൻ്റെ അനുകൂല ഭാവത്തിലാണ്. അതുകൊണ്ട് ശുക്രൻ്റെയും വ്യാഴൻ്റെയും അനുഗ്രഹം കൊണ്ട് ഇവർക്ക് വലിയ ഗുണങ്ങളുണ്ടാവും. ഓർക്കുക, ജന്മത്തിൽ രാഹുവുണ്ട്, 7-ൽ സൂര്യനും കേതുവുമുണ്ട്. അപ്പോൾ ജന്മത്തെയും 7-ാം ഭാവത്തെയും ഈ 3 നെഗറ്റീവ് ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. സൂര്യനും രാഹുവും ഒരുമിച്ചൊരു ദൃഷ്ടിയിൽ വരികയോ പരസ്പര നോട്ടത്തിൽ വരികയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്യുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഹൃദയം, ഞരമ്പുകൾ, നയനം, ത്വക്ക് ഈ ഭാഗങ്ങൾ ശാരീരികമായി നോക്കുമ്പോൾ ഇത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളെയും സൂചിപ്പിക്കുന്നു. അലർജി അസുഖങ്ങൾ, ത്വക്ക് രോഗം, ഹൃദയ സംബന്ധമോ നയന സംബന്ധമോ ഞരമ്പ് സംബന്ധമോ ആയിട്ടുള്ള അസുഖവും വരുത്താം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20 വൈകുന്നേരത്തിന് ശേഷം 21, 22, 23 ആണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ാം ഭാവത്തിലാണ് വ്യാഴവും ശുക്രനും. 21-ന് ശേഷം ശുക്രൻ 5-ലേക്ക് വരുന്നു. എന്തായാലും 4-ലെ വ്യാഴം വളരെ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ 4-ൽ നിൽക്കുന്നതിനാൽ ഗുണത്തെ ചെയ്യും. സാമ്പത്തിക നേട്ടം, തങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ നേട്ടങ്ങളെല്ലാം ഉണ്ടാകും, ഭൗതിക നേട്ടങ്ങളെല്ലാം ഉണ്ടാകും. കർമ്മമേഖലയിൽ കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കും. 4-ൽ നിന്നുകൊണ്ട് ശുക്രൻ 10-ലേക്ക് നോക്കുന്നുണ്ട്. വിശിഷ്ട കഴിവുകളുള്ള വ്യക്തികൾക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ, മാതൃകുടുംബത്തിൽ നിന്ന് ധനസഹായം ഉണ്ടാകും. സ്വന്തം കുടുംബത്തിൽ പുരോഗതികൾ ഉണ്ടാകും. വീട് മോടി പിടിപ്പിക്കാൻ സാധിക്കും. പുതിയ വാഹനം വരാം, പുതിയ ഫർണിച്ചർ വരാം, പുതിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കിട്ടാം. ഇതെല്ലാം നല്ലതാണ്. തങ്ങളുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന സൗഹൃദ സമൂഹവുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാം. അതുപോലെ കുടുംബത്തിൻ്റെ ഊഷ്മള സ്നേഹ പ്രണയങ്ങൾ വർദ്ധിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഗുണം വരാം. ഉപാസനാമൂർത്തിയുടെ ക്ഷേത്ര ദർശനങ്ങൾ, ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം. അവിടെ പുരോഗതി വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണം കാണുന്നുണ്ട്. അതുപോലെ ശുക്രൻ 21-ന് ശേഷം 5-ലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ദേവീ കടാക്ഷം നല്ലവണ്ണം ഉണ്ടാകും. അതുകൊണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രൈണഭാവങ്ങളുടെ രാശിയിൽ മീനത്തിനും അതുപോലെ കർക്കിടകത്തിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ സാധിക്കും. ശുക്രൻ സ്ത്രീ ഗ്രഹമാണ്. ചന്ദ്രൻ, കർക്കിടകത്തിൻ്റെ അധിപനായ ചന്ദ്രൻ സ്ത്രീ ഗ്രഹമാണ്. അപ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം പൊതുവേ മീനം രാശിയിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് സ്ത്രീകളാൽ അനുഗ്രഹമുണ്ടാകും, സഹായമുണ്ടാവും, ധനാഭിവൃദ്ധി ഉണ്ടാവും, മറ്റു ഗുണങ്ങളുണ്ടാവും. അതുപോലെ തിരിച്ചും സംഭവിക്കാം. കാരണം ദാമ്പത്യത്തിൻ്റെ കാരകത്വം ശുക്രൻ ഉള്ളതിനാൽ ദാമ്പത്യം എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും ചേരണമല്ലോ. അപ്പോൾ മീനം രാശിയിൽപ്പെട്ട പുരുഷ ഗ്രഹങ്ങൾക്ക് സ്ത്രീകളാൽ സഹായമെങ്കിൽ മീനം രാശിയിൽ, മീനക്കൂറിൽപ്പെട്ട സ്ത്രീ ഗ്രഹങ്ങൾക്ക് പുരുഷന്മാരാലും സഹായമുണ്ടാവണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പൊതുവെ ഗുണകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജന്മശനിയുടെ ദോഷവശങ്ങളെ കുറേയൊക്കെ ഇവർക്ക് അകറ്റാൻ സാധിക്കും. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. കാരണം ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് ശനിയുടെ സ്വാധീനവും ശനിക്ക് ചൊവ്വയുടെ സ്വാധീനവും വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ഉം ജന്മവുമായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളി, കുടുംബം, തങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ജീവിത പങ്കാളിയുടെ ശാരീരികമായ അവസ്ഥ, ഇതിനെല്ലാം ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തൽക്കാലത്തെ ശുക്രൻ്റെ നിലകൊണ്ട് ഇതിനൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ദോഷമില്ലായ്മ ഉണ്ടാകാം. എന്നാൽ മാറി വരുമ്പോൾ അതൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആത്മീയവും
അതുപോലെ ഭൗതികവുമായ പരിഹാര മാർഗങ്ങൾ തേടണമെന്നാണ് പറയാനുള്ളത്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18 ഉച്ചവരെ, ശേഷം 23 താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷ പരിഹാരത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കലിയുഗത്തിൽ പരമപ്രധാനമാണ് ജപം. ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും മറ്റാചാരങ്ങൾ നടത്തിയില്ലെങ്കിലും എപ്പോഴും ജപിക്കുക, പല ഊര് ജപിക്കാൻ ലഘുവായ മന്ത്രമാണ് നല്ലത്. ഓം ശനൈശ്വരായ നമ, ഓം ശനൈശ്വരായ നമ, ഓം ശനൈശ്വരായ നമ എന്ന് ആത്മാവിൽ തട്ടി ജപിക്കുക. ചുണ്ടുപോലും അറിയാതെ ജപിക്കുക, ഗുണമുണ്ടാവും. ശനിയാഴ്ച ദിവസം ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പൂജ നടത്തുക, നീരാഞ്ജനമർപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കാം, കറുത്തപട്ട് സമർപ്പിക്കാം, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാം. അതുപോലെ തന്നെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കാം. അതുപോലെ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഇപ്പോൾ ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാൽ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്താം. മഞ്ഞപ്പട്ട് സമർപ്പിക്കാം, പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ ഏറ്റവും ഉചിതമായ പരിഹാര മാർഗങ്ങളാണ്. അടുത്തത് നാഗദോഷത്തിനാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കുകയോ ഓം അനന്തായ നമ എന്ന് ജപിക്കുകയോ ചെയ്യുക. രാഹുകേതുക്കൾ നിൽക്കുന്ന രാശിയുടെ പാപത്വം ശുഭത്വം ഇതൊക്കെ കണക്കിലെടുത്ത് പ്രാർത്ഥനയുടെ രീതികൾ മാറാം, അല്ലെങ്കിൽ ജപത്തിൻ്റെ രീതികൾ മാറാം. 100 പാലം കൊടുക്കുക, പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ ചെയ്യുക. ആയില്യം വരുന്ന ദിവസങ്ങളിൽ ചെയ്യുക, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പക്ക നാളുകളിലും ചെയ്യുക. അടുത്തത് കേതുദോഷത്തിനാണ്. കേതുദോഷ പരിഹാരത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക, നാളികേരം ഉടയ്ക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുക. ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയും ഭക്തിയുമാണ്. മറ്റേത് കാര്യങ്ങളും പിന്നീടേ നമുക്ക് ഫലം തരത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായി പ്രാർത്ഥിക്കുക, മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.